നോക്കൂ, ഇപ്പോൾ ഇല്ല, ആപ്പ് 3 BJP 3 കോൺഗ്രസ് 0, ആപ്പ് 3 BJP 3 കോൺഗ്രസ് 0 എന്നുള്ളതാണ് ആദ്യഘട്ടത്തിലെ പോസ്റ്റൽ ബാലറ്റ് എണ്ണുമ്പോഴുള്ള ഫലസൂചനകൾ. 70 മണ്ഡലങ്ങളിലേക്കുള്ള കൗണ്ടിംഗ് ആരംഭിച്ചിരിക്കുന്നു. എല്ലാ കൗണ്ടിംഗ് കേന്ദ്രങ്ങളും തുറന്ന് ഉദ്യോഗസ്ഥന്മാരെത്തി പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങിയിരിക്കുന്നു. വിജേന്ദർ ഗുപ്ത മുന്നിൽ ആ ഒരു ലീഡ് കൺസിസ്റ്റന്റ് ആയിട്ട് പോവുകയാണ് പോസ്റ്റൽ ബാലറ്റുകളിൽ. BJP വിജേന്ദർ ഗുപ്ത ലീഡ്സ് ഫ്രം രോഹിണി എന്നുള്ള വാർത്തയാണ് വരുന്നത്. ന്യൂഡൽഹിയിലെയും കൽക്കാജിയിലെയും ജയ്പൂരിലെയും വിവരങ്ങൾ, ഗ്രേറ്റർ കൈലാഷിലെയും വിവരങ്ങൾ ഇനിയും ലഭ്യമായിട്ടില്ല. നിലവിലുള്ള സൂചനകൾ പ്രകാരം 3 ഇടങ്ങളിൽ ആം ആദ്മി പാർട്ടി, 3 ഇടങ്ങളിൽ BJP, ആം ആദ്മി പാർട്ടി സഞ്ജീവ് ഝാ മുന്നിൽ, BJP വിജേന്ദർ ഗുപ്ത മുന്നിൽ. നോബൽ നമുക്കൊപ്പമുണ്ട്. നോബൽ, ആദ്യ ഫലസൂചനകൾ വന്നു തുടങ്ങുന്നു. എല്ലാ കൗണ്ടിംഗ് കേന്ദ്രങ്ങളിലും പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങിയിട്ടുണ്ടാകുമല്ലോ അല്ലേ? അരുൺ, ആദ്യ ഫലസൂചനകൾ പുറത്തേക്ക് വരികയാണ്. എല്ലാ കൗണ്ടിംഗ് സെന്ററുകളിലും പോസ്റ്റൽ ബാലറ്റുകളുടെ എണ്ണം ആരംഭിച്ചിരിക്കുന്നു. കൃത്യം 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിച്ചു എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. കാരണം ഒരു തരത്തിലും വോട്ടെണ്ണൽ ആരംഭിക്കുന്ന സമയത്തിൽ ഒരു തടസ്സം ഉണ്ടാകരുത്, കാലതാമസം ഉണ്ടാകരുത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യം 8 മണിക്ക് തന്നെ എല്ലായിടത്തും വോട്ടെണ്ണൽ എണ്ണി തുടങ്ങി. വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾ ആപ്പ് 3 BJP 3 കോൺഗ്രസ് 0, ആപ്പ് 3 BJP 3 കോൺഗ്രസ് 0 എന്ന മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അവിടെ നിന്നും ഒരു ടാലി പോലും അനങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. 3-3-0 എന്ന നിലയിലാണ്. പക്ഷേ പോസ്റ്റൽ ബാലറ്റിൽ ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്ത് തുടങ്ങുന്നുണ്ടെങ്കിൽ അതൊരു സൂചനയാണ്. പോസ്റ്റൽ ബാലറ്റിൽ BJPക്ക് വലിയ മുൻതൂക്കം നൽകേണ്ടതാണ്. അതൊരു ട്രെൻഡായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുമോ എന്നുള്ളത് അരമണിക്കൂറിനുള്ളിൽ നമുക്ക് അറിയാൻ സാധിക്കും. പോസ്റ്റൽ ബാലറ്റിലെ സൂചനകൾ വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കൂ.